കടുപ്പത്തിലൊരു ചായ കുടിക്കണം എന്ന് കരുതിയാണ് ഞാൻ കിച്ചണിലേക്ക് ചെന്നത്. ഭാര്യ ചായ ഉണ്ടാക്കാൻ പാൽ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാൽ തിളച്ചു വരികയാണ്. അന്നേരമാണ് ഞാൻ ഭാര്യ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. പാൽപ്പാടിൽ നിന്ന് നെയ്യുണ്ടാക്കുന്ന ഒരു വിദ്യ അവൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. എന്നാൽ ശരി, അത് കണ്ടു കളയാം. പാൽ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ആ പാലിൻ്റെ മുകളിൽ രൂപപ്പെടുന്ന പാൽപ്പാട ഭാര്യ ഒരു കുപ്പിയിലേക്ക് പകർത്തുന്ന തിരക്കിലായിരുന്നു. ഈ പാൽപ്പാടയിൽ നിന്നാണ് നെയ്യുണ്ടാക്കുന്നത്. ഇങ്ങനെ ദിവസം പാൽ തിളപ്പിച്ച് കിട്ടുന്ന പാൽപ്പാട അവൾ ഒരു കുപ്പിയിൽ ശേഖരിച്ച് അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു കുപ്പിയിൽ നെയ്യ് കാണാം. ആ നെയ്യ് അവൾ ഉണ്ടാക്കിയത് ഏകദേശം 20 ദിവസത്തെ പാൽപ്പാട ഉരുക്കി ഉണ്ടാക്കിയാണ്. എന്നാൽ പാൽപ്പാടയിൽ നിന്ന് നെയ്യുണ്ടാക്കുന്നത് ഒന്ന് കണ്ടു കളയാം എന്ന് കരുതി ഞാൻ അവളുടെ കൂടെ കൂടി. അവൾ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ്. എന്തായാലും അത് കണ്ടിട്ട് തന്നെ കാര്യം. മുൻപെല്ലാം നെയ്യ് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാറ് പതിവ്. ഇപ്പോൾ അവൾ പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്നതോടുകൂടി കടയിൽ നിന്ന് നെയ്യ് വാങ്ങുന്ന പരിപാടി നിർത്തി. അവൾ ഏകദേശം 20 ദിവസം പാൽപ്പാട സൂക്ഷിച്ച ദിവസമാണ് ഇപ്പോൾ ഒരു ചട്ടിയിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയതാണ് മുൻപ് നമ്മൾ കണ്ട ചിത്രം. ഇപ്പോൾ ആ പാൽപ്പാട ഒരു ചട്ടിയിൽ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിന് നന്നായി തിളയ്ക്കണം. ആ തിളച്ചത് കുറുകി വരും. അതിൽ നിന്നാണ് നെയ്യുണ്ടാകുന്നത്. ഭയങ്കരം തന്നെ. എന്നെ പോലെയുള്ളവർക്ക് ഇതൊരു അത്ഭുതമായി തോന്നി. എന്നാൽ കിച്ചണിൽ സ്ഥിരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഇതെല്ലാം ഒരു കുത്തിരിയല്ലല്ലോ. ഇപ്പോൾ പാൽപ്പാട ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ഇപ്പോൾ ഒരു മഞ്ഞ നിറം രൂപാന്തരപ്പെട്ട് വരുന്നത് കാണാം. ഇതാണ് നെയ്യ്. ഇനിയും കുറച്ചും കൂടി ഈ പ്രോസസ്സ് നീണ്ടുപോകും. നല്ലൊരു നെയ്യ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. കടകളിൽ നിന്ന് കിട്ടുന്ന നെയ്യ് അത് ചിലതെല്ലാം നല്ലതുണ്ടായിരിക്കും. എന്നാൽ ഒട്ടുമിക്കതും ക്വാളിറ്റി കുറഞ്ഞ നെയ്യായിരിക്കും. വിലക്കുറവ് എവിടെയുണ്ടോ അവിടെ ക്വാളിറ്റി അവർ അതിൽ കോംപ്രമൈസ് ചെയ്തിരിക്കും. അല്ലാതെ അതിൽ നിന്നും അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയില്ലല്ലോ. ഇപ്പോൾ പാൽപ്പാട അല്പം കൂടി കുറുതായി വന്നിട്ടുണ്ട്. നെയ്യ് പതുക്കെ അതിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ മാലിന്യങ്ങൾ അത് നമ്മുടെ കേരളത്തിൽ അല്പമൊന്നുമല്ല നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. പലർക്കും ഇത്തരം മാലിന്യങ്ങൾ കലർന്ന ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നതിലൂടെ അനേകം രോഗാവസ്ഥയിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. അത് നമ്മെ ശാരീരിക മാനസികമായി വളരെ തളർത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അവിടെ ഫുഡ് അതൊരു ഒന്നൊന്നര ഫുഡ് തന്നെയാണ്. ഏത് ഫുഡ് നമുക്ക് വയർ നിറച്ച് കഴിച്ചാലും ഒരു പ്രയാസവും ഇല്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയും. വിദേശത്തുള്ളവർക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ നാട്ടിലാണ് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നത്. വിദേശ നാടുകളിൽ ഇത് വലിയ ശിക്ഷാർഹമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടും. ഞാനൊരിക്കൽ മലേഷ്യയിലും സിംഗപ്പൂരിലും സന്ദർശിച്ച സമയത്ത് അവിടെ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണം ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വയറിനത് എങ്ങനെയായാലും ബാധിക്കുമെന്ന് ഓർത്ത്.
പക്ഷെ ഒരു പ്രയാസം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അവിടെ പോകുമ്പോൾ ഞാൻ അവിടെ കഴിക്കാനായിട്ട് ഇവിടെ നിന്ന് കുറേ മരുന്നുകളും കരുതിയിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ആവശ്യം വന്നില്ലാണ് സത്യം. ഇപ്പോൾ പാൽപ്പാട് എന്ന നെയ്യ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനിയും അല്പം കൂടി കുറുകാനുണ്ട് എന്ന് ഭാര്യ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരിക്കൽ കൂടി കുറുതായി വന്നിട്ടുണ്ട്. പതുക്കെ നെയ്യ് പാൽപ്പാടിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ നമുക്കതൊരു കുപ്പിയിലേക്കോ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം നെയ്യ് ആ പാൽപ്പാടിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ നെയ്യ്. ഇത് ഏകദേശം 20 ദിവസത്തെ പാൽപ്പാടിൽ നിന്നാണ് ഏകദേശം 200 ഗ്രാം നെയ്യ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ നെയ്യ്. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം കേട്ടോ.